വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക്. നമുക്ക് ഈസി ആയിട്ട് കുക്കറും കുഴിയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് അൽഫഹ മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 കപ്പ് സെല്ല റൈസ് എടുക്കുന്നുണ്ട്. മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും സെല്ല റൈസാണ് ഉപയോഗിക്കുക. ബസ്മതി റൈസിൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. സെല്ല റൈസിലാണ് ഏറ്റവും നല്ലത്. അപ്പോഴാണ് നമുക്ക് പൊടിഞ്ഞു പോകാണ്ടൊക്കെ കിട്ടുള്ളൂ ചോറ്. ഈ അരി ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 30 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഈ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 30 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം കേട്ടോ വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അരി ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്ക് അരി വറുത്തെടുക്കാൻ വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കഴുകി വാറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അരി നന്നായിട്ട് വിട്ട് വരുന്നവരെ വറുത്തെടുക്കാം. അരി വിട്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് അൽഫാം മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ആ ചിക്കൻ തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തേക്കുന്നത്. മുഴുവനായിട്ടുള്ള ചിക്കനാണ് എടുത്തേക്കുന്നത്. കറക്റ്റ് 1 കിലോ ചിക്കനാണ് അത്. അപ്പം നിങ്ങൾക്ക് തൊലിയോടുകൂടി ചിക്കൻ ഉണ്ടെങ്കിൽ അതേപോലെ ചെയ്യാം. ഇനിയിപ്പോൾ തൊലില്ലാത്ത ചിക്കനിലാന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നാട്ടിലൊക്കെ കൂടുതലായിട്ടും ഇപ്പോൾ തൊലില്ലാത്ത ചിക്കനാണ് കിട്ടുക. അപ്പോൾ തൊലില്ലാത്ത ചിക്കൻ വെച്ചിട്ട് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുഴുവനോടുള്ള ചിക്കൻ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കഷ്ണങ്ങളാക്കിയിട്ടും ചെയ്യാം കേട്ടോ. പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ മുഴുവനുള്ള ചിക്കനാണ് എടുത്ത് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ മുറിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമുക്കൊന്ന് ചപ്പാത്തി കോല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. എല്ല് നുറുങ്ങാത്ത രീതിയിൽ വേണം കേട്ടോ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഭാഗം ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് കത്തി കൊണ്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ കുത്തി കൊടുക്കാം. ഒന്നും കൂടി നമുക്ക് ചപ്പാത്തി കോല് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചേക്കുന്നതാണ്. ഇനി ഈ ചിക്കനിലെ വെള്ളം ഒന്ന് ഒരു ടിഷ്യൂ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. എന്നാലേ ശരിക്കും മസാല ഇതിലോട്ട് പിടിക്കുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. കുരുവൊന്നും പാടണ്ട കേട്ടോ. കുരുവൊക്കെ എടുത്ത് കളഞ്ഞോ. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കൊരു ഗ്രൈൻഡർ എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു പകുതി തക്കാളി, പിന്നെ ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. ഒരു 1/2 കപ്പ് മല്ലിയില. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന മസാല ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക.
ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമുക്ക് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കളർ ചേർക്കണമെങ്കിൽ കളറും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ടിട്ട് മസാലയൊക്കെ ചിക്കനിലേക്ക് പരട്ടി കൊടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ ഓയിൽ തന്നെ ചേർത്താൽ മതി കേട്ടോ. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒരു ഒറിജിനൽ ടേസ്റ്റ് കിട്ടും. ഇനി ഇതൊരു 6 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് ഓവർനൈറ്റിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. എന്നാലേ ശരിക്കും മസാല ഇതിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ കേട്ടോ. നമുക്കിതൊരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലോ ഒലിവ് ഓയിലോ ബട്ടറോ ഉപയോഗിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒരിക്കലും ഉപയോഗിക്കരുത്. ഇനി നമുക്ക് മസാല വെച്ചിരിക്കുന്ന ചിക്കൻ എടുക്കാം. ഞാനൊരു ഏകദേശം ഒരു 6 മണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പിന്നെ പൊരിക്കാൻ നേരത്ത് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. അപ്പോൾ ഇതിന് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഈ ചിക്കനൊന്ന് പാനിലേക്ക് വെച്ച് കൊടുക്കാം. മുഴുവനോടെ തന്നെ കേട്ടോ വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെക്കാം. 2 കഷ്ണമാക്കിയിട്ട് വെക്കാം കേട്ടോ. ബാക്കിയുള്ള മസാലയൊക്കെ ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ എന്തെങ്കിലും ഒരു കനമുള്ളത് ഈ ചിക്കൻ്റെ മുകളിലാക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ശരിക്കും ഗ്രില്ല് ചെയ്യുന്ന പോലെ തന്നെ കിട്ടും കേട്ടോ. അതേപോലെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഉള്ളി ഇപ്പോൾ നമ്മൾ ഇഞ്ചി പച്ചമുളകൊക്കെ ചതക്കുന്ന അമ്മിക്കല്ലില്ലേ അതാണ് ഇട്ടത്. അപ്പോൾ ഇതിൻ്റെ മുകളിലാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഒരു 3-4 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഈ ഒരു സാധനം കനമുള്ളത് ഇതൊന്ന് വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കല്ല് വെച്ചിട്ട്. ഒരു 3-4 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ചിക്കൻ മറിച്ചിടാം. ഇതേപോലെ ഒരു എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് മറിച്ചിട്ടോ കേട്ടോ. എളുപ്പത്തിൽ മറിച്ചിടാൻ പറ്റുള്ളൂ. ഇനി ഒന്നും കൂടി തീ കൂട്ടിയിട്ടിട്ട് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ വെച്ചില്ലേ അതേപോലെ തന്നെ ഇതും ഒന്നും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതുകൊണ്ട് എടുക്കുക. ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് തീ കുറച്ചിട്ടിട്ട് മൂടി വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം. നമുക്ക് പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലോ അതല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഒക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കരുത്. ബട്ടർ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇതിലേക്ക് 2 ബേ ലീവ്സ് ഇട്ട് കൊടുക്കുക. 2 കഷ്ണം കറുവപ്പട്ട, ഒരു 5 ഏലക്ക, ഒരു 5 കരാമ്പൂ ഇട്ട് കൊടുക്കാം. 2 നുള്ളി ജീരകം, ഒരു 10 കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. സവാള വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം.
ഞാനിവിടെ 4 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. 4 കപ്പ് അരിക്ക് കറക്റ്റ് 8 കപ്പ് വെള്ളം. നമ്മൾ അരി ഇളക്കാൻ ഉപയോഗിച്ച ഈ തന്നെയാണ് കേട്ടോ വെള്ളം ഇളക്കുന്നത്. 4 കപ്പ് അരിക്ക് 8 കപ്പ് വെള്ളം. ഇനി ഇതിലേക്കൊരു 5 പച്ചമുളക് മുഴുവനോട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയാണ്. ഇതൊന്ന് ഇതേപോലെ ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പാക്കറ്റ് ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലൊന്ന് മൂടിയിട്ടിട്ട് വെള്ളമൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു തക്കാളി, വലിയ തക്കാളി ഗ്രൈൻഡറിൽ നന്നായിട്ടൊന്ന് അടിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി അടിച്ച് ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് ഇടണം കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ ചിക്കൻ ഏകദേശം 2 വശം ആയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തത്. അപ്പോൾ ഓരോ വശം മറിച്ചിടുമ്പോഴും ഈ ഒരു കല്ല് വെച്ചിട്ടൊന്ന് ഇതൊന്നിങ്ങനെ ശരിക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 2 മിനിറ്റ് ഇങ്ങനെ അതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. കുറച്ച് നേരം ഇങ്ങനെ വെക്കുക കേട്ടോ. നമ്മുടെ ഈസി ആയിട്ടുള്ള അൽഫാം റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേണമെന്നുണ്ടെങ്കിൽ പീസാക്കിയിട്ടും ചെയ്യാം കേട്ടോ. എളുപ്പത്തിലുണ്ടാക്കാവുന്ന അൽഫാമാണിത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. ഞാൻ ഫോട്ടോക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കളർ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മന്തിച്ചോറ് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. എല്ലാം വിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ചോറിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതേ ഫോട്ടോക്കും ചോറിനൊക്കെ ഒരു ഭംഗി വരാൻ വേണ്ടിയിട്ട് കളർ ചേർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഒരു നിർബന്ധവും ഇല്ല. ഇത് ഇതിൻ്റെ മുകളിലാക്കി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന അൽഫാം ഇതിൻ്റെ മുകളിലാക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മന്തിയുടെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചാർക്കോൾ കത്തിച്ച് ചോറിൻ്റെ മുകളിലാക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള അൽഫാം മന്തി റെഡി ആയിട്ടുണ്ട്. പുകയൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ പുക പോവും. അപ്പോൾ നമുക്ക് ഈ ചിക്കനൊന്ന് മാറ്റി വെച്ചിട്ട് ചോറൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള അൽഫാം മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതിനു മുമ്പ് ഞാനിട്ട മന്തികളൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളവർ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയട്ടോ. ഇതിൻ്റെ കൂടെ തക്കാളി സൽസല്ല, ഇതിൻ്റെ കൂടെ ഡേറ്റ്സ് ചട്നി മയോനൈസാണുള്ളത്. നല്ല അടിപൊളി ചമ്മന്തിയാണ്. മന്തിയുടെ കൂടെയും കുബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഡേറ്റ്സ് ചമ്മന്തി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ഓക്കെ ബൈ, സീ യു.